ചെറുകഥ അവതരിപ്പിക്കുന്നത് വിജയ മുരളീധരൻ. അവൾ 10ാം ക്ലാസ്സിൽ നിന്ന് ദയനീയമായി തോറ്റ കാര്യവും ആസ്പത്രിയിൽ തൂപ്പുകാരിയാണെന്ന കാര്യവും എല്ലാവരുടെ മുമ്പിലും മറച്ചു പിടിക്കുകയാണ് പതിവ്. അവൾക്ക് കല്യാണാലോചനകൾ മുറയ്ക്കേ വരുന്നുണ്ടെങ്കിലും മുഖം സൗന്ദര്യം തീരെയില്ലാത്തതിനാൽ എല്ലാം മുടങ്ങിപ്പോകുന്നു. അച്ഛൻ്റെ ആദിയും അതാണ്. യാത്രാസൗകര്യത്തിനായി അവൾ ഒരു സുഹൃത്ത് വഴി ഒരു പഴയ സ്കൂട്ടി ചെറിയ വിലക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. മഹാമാരി നാട്ടിലെങ്ങും പടർന്ന സമയത്ത് ഈ സ്കൂട്ടി അവൾക്കേറെ ഉപകാരപ്പെട്ടു. മാസ്ക് നിർബന്ധമാക്കിയത് അവളിൽ ഏറെ സന്തോഷമാണ് ഉണ്ടാക്കിയത്. തൻ്റെ പൊങ്ങിയ പല്ലും കൂർത്ത മുഖവും കറുത്ത ചുണ്ടും ആരും കാണില്ലല്ലോ. വൈകുന്നേരം വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുക പതിവാണ്. സാധനങ്ങൾ വാങ്ങാനായി സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തിയതും മുമ്പിൽ ഒരാൾ നിൽക്കുന്നത് അവൾ കണ്ടു. കറുത്തു മെലിഞ്ഞിട്ടാണ്, കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും വേഷം. അയാൾ തന്നെ ഇടയ്ക്കിടെ നോക്കുന്നതായി അവൾക്ക് തോന്നി. പിന്നെ പലപ്പോഴും പല സ്ഥലത്ത് വെച്ച് കണ്ടപ്പോഴും അയാൾ അവളിലേക്ക് നോട്ടമെറിഞ്ഞു. അവൾ അയാളെ ശ്രദ്ധിക്കാതെ വണ്ടിയിൽ കയറിപ്പോയി. അങ്ങനെ ഒരു വേളയിൽ സാധനം വാങ്ങാൻ നിൽക്കുമ്പോഴാണ് അയാൾ ഹായ് പറഞ്ഞത്. ഉടനെ ബൈക്ക് സ്റ്റാർട്ടാക്കി പോവുകയും ചെയ്തു. അവൾക്കും തിരിച്ചു പറയണമെന്നുണ്ടായിരുന്നു. വേണ്ട, ആരോ ഒരാളല്ലേ, അതൊക്കെ മോശമല്ലേ എന്ന ചിന്തയാൽ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു. മറ്റൊരു ദിവസം പച്ചക്കറിക്കടയുടെ ക്യൂവിലാണ് അയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ആർത്തലച്ചു വരുന്ന മഴയിൽ ബൈക്കിനടുത്തേക്ക് നടക്കുമ്പോൾ നനയുന്നത് കണ്ട അവളിൽ ദയ. ഹേ, ഈ കുടയെടുത്തോളൂ. ശബ്ദം കേട്ട അയാൾ തിരിഞ്ഞു നോക്കി. അവളുടെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് പറഞ്ഞു, നല്ല മനസ്സിന് നന്ദി. ഇപ്പോൾ വേണ്ട, റോഡ് ക്രോസ് ചെയ്താൽ മതിയല്ലോ. ഫോൺ നമ്പർ തരുമോ എന്നൊരു ചോദ്യവും. മാസ്കിനുള്ളിലെ സംസാരം വ്യക്തമാവാത്തതിനാൽ അവൾ ഒന്നും പ്രതികരിച്ചില്ല. അയാൾ ബൈക്ക് സ്റ്റാർട്ടാക്കി പോവുകയും ചെയ്തു. വീട്ടുജോലികളിൽ മുഴുകുമ്പോഴും അവൾ അയാളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. എന്തായിരിക്കും അയാളുടെ മനസ്സിൽ? അയാൾ ആരെന്നോ എവിടെയാണെന്നോ അറിയില്ല. ഫോൺ നമ്പർ ചോദിച്ചതെന്തിന്? കൊടുക്കുന്നതെങ്ങനെ? അയാൾക്ക് എന്നോട് പ്രേമമോ? മുഖാവരണത്തിനുള്ളിലെ വികൃത മുഖം കാണുമ്പോൾ അയാൾക്ക് ഷോക്കാവും, തീർച്ച. പക്ഷെ ഒരു സത്യം ബോധ്യമാവുന്നു. തനിക്ക് ആരോടും തോന്നാത്ത ഒരടുപ്പം അയാളോട് തോന്നുന്നു. മഴക്കോട്ടിൽ പൊതിഞ്ഞ ശരീരവും ഹെൽമറ്റിട്ട തലയുമായി ബൈക്കിൽ വന്നിറങ്ങുന്നതും അയാൾ പറഞ്ഞ വാക്കുകളും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. പിറ്റേന്ന് വളരെ ഉത്സാഹത്തോടെയാണ് അവൻ ജോലിസ്ഥലത്തെത്തിയത്. അന്ന് വൈകുന്നേരവും വണ്ടി നിർത്തിയിട്ട് അയാളെ തിരഞ്ഞു. അന്ന് കണ്ടതേയില്ല. അസ്വസ്ഥതയോടെയാണ് അവൾ അന്ന് മടങ്ങിയത്. അങ്ങനെ 4-5 ദിവസം നിരീക്ഷണം തുടർന്നു. അടുത്ത ദിവസം വൈകുന്നേരം വണ്ടി നിർത്തിയതും അയാൾ അതാ മുൻപിൽ. അന്നും ഫോൺ നമ്പർ ചോദിച്ചു. അവൾ കൊടുത്തില്ല. അയാളോട് ചിരിച്ചു. പക്ഷേ മാസ്കിനുള്ളിലെ ചിരി ആരു കാണാൻ? ഉള്ളിലൊരു കുളിരോടെയാണ് അവൾ അന്ന് വീട്ടിലെത്തിയത്. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു എന്ന വരികൾ മൂളിക്കൊണ്ടാണ് കുളിച്ചത്. വീട്ടുജോലിക്കിടയിലും ആ വരികൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. അച്ഛനും അനിയനും ഇതെന്തു പറ്റി എന്ന അത്ഭുതത്തോടെ അവളെ നോക്കി. അവൾ ഒരു ഭാവഭേദവുമില്ലാതെ ജോലി തുടർന്നു. അടുത്ത ദിനം പുറപ്പെടുമ്പോൾ തന്നെ ചാറ്റൽ മഴയുണ്ടായിരുന്നു. മഴ ശക്തി പ്രാപിക്കാം എന്ന് ആകാശം നോക്കിയുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്ന അവൾ മഴക്കോട്ട് ധരിച്ച് തന്നെയാണ് ഇറങ്ങിയത്. മനസ്സിലും ഒരു ചാറ്റൽ മഴ കുളിരുണ്ടായിരുന്നു. ആ കുളിരോടെ ആസ്പത്രിയിലെത്തി. തൂപ്പുജോലി വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുന്നതിനിടയിലും അവളുടെ മുഖത്ത് ചെറുചിരി കളിയാടി. ഏത് ജോലിയും അർപ്പണബോധത്തോടെ ചെയ്യണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ട്. വൈകുന്നേരം പുറപ്പെടുമ്പോഴേ അവളിൽ അയാളെക്കുറിച്ചുള്ള ചിന്ത തലപൊക്കിയുള്ളൂ. വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ തന്നെ അയാളുടെ മുന്നിലാണ് പെട്ടത്. ഇവിടെയാണ് ജോലിയല്ലേ? അവൾ മൂളി. അന്നും അയാൾ ഫോൺ നമ്പർ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ വണ്ടി മുന്നോട്ടെടുത്തു. രാത്രി ഊണ് കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ വായിക്കുന്ന ശീലമുണ്ട് അവൾക്ക്. ഒരു പൈങ്കിളി വാരിക വായിക്കാനെടുത്തു. അതിലെ അക്ഷരങ്ങളിലൂടെ കണ്ണോടിച്ചപ്പോൾ അവൾ ഉറങ്ങിപ്പോയി. അവൾ മൊബൈൽ ശബ്ദം കേട്ടാണ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയത്. ഹലോ, ഇത് ഞാനാണ്. കുട്ടി ഫോൺ നമ്പർ തന്നില്ലെങ്കിലും ഞാൻ സംഘടിപ്പിച്ചു. ഇന്ദു അല്ലേ? ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ അവൾ
തെല്ലൊന്നമ്പരന്നു. അവൾ മറുപടി പറയാതെ ഫോൺ വച്ചു. പിന്നീട് എല്ലാ ദിവസവും നിശ്ചിത സമയത്ത് ഫോൺ കോൾ പതിവായി. ഒരു നാൾ രാത്രിയിൽ അയാൾ ഫോണിൽ പറഞ്ഞു, ഇന്ദു എന്നാൽ ചന്ദ്രൻ, ചന്ദ്രന്റെ മുഖമുള്ളവൾ, സുന്ദരി, എനിക്ക് കണ്ടേ മതിയാവൂ. എന്താ വഴി? അത്രയും കേട്ടപ്പോൾ അവളുടെ ഫോൺ കട്ടായി. കുറച്ചു ദിവസം അങ്ങനെ കടന്നുപോയി. ഒരു വൈകുന്നേരം ആസ്പത്രിക്ക് മുമ്പിൽ വെച്ചാണ് വീണ്ടും കാണുന്നത്. കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞതല്ലാതെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ രാത്രിയിലെ ഫോൺ വിളി തുടർന്നു. വിപിനചന്ദ്രൻ എന്നാണ് പേരെന്നും ഒരനിയനും അമ്മയും അച്ഛനും അടങ്ങുന്ന കുടുംബം ആണെന്നും കുറച്ചു ദൂരെ ഒരു പുഴയോരത്താണ് വീടെന്നും ഫോൺ വിളിയിലൂടെ മനസ്സിലായി. ചുരുക്കം പറഞ്ഞാൽ ആ ബന്ധം വളർന്ന് പർവ്വതീകരിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഫോൺ വിളികൾ ശക്തമായി തുടർന്നു പോന്നപ്പോൾ കാര്യങ്ങൾ അച്ഛൻ്റെ ചെവിയിലെത്തി. ആരാ മോളെ ഇങ്ങനെ വിളിക്കുന്നത്? ദിവസവും ഈ സമയത്ത് കേൾക്കുന്നുണ്ടല്ലോ. അത് പിന്നെ അച്ഛാ. അവൾ അർദ്ധോക്തിയിൽ നിർത്തി. അവരുടെ സംസാരത്തിനിടയിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള സാമാന്യ ബുദ്ധി അച്ഛനുള്ളതുകൊണ്ട് വിവരങ്ങൾ അറിഞ്ഞ മാത്രയിൽ അദ്ദേഹം ഏറെ സന്തോഷിച്ചു. സൗന്ദര്യമില്ലാത്ത തൻ്റെ മകളെ സ്നേഹിക്കാൻ ഒരാൾ തയ്യാറായല്ലോ. അവൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനുമാണ്. എത്രയും വേഗം ഈ കല്യാണം നടത്തുക തന്നെ, അച്ഛൻ മനസ്സിൽ ഉറപ്പിച്ചു. അച്ഛൻ ആലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നറിഞ്ഞപ്പോൾ അയാളെ ഒന്ന് നേരിൽ കാണണം, തൻ്റെ വികൃത മുഖം കാണിക്കണം, എന്നിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം വിവാഹം എന്ന തീരുമാനത്തിലെത്തിയ അവൾ അയാളെ ഫോണിൽ വിളിച്ചു. പരസ്പരം കാണാൻ ഒരു സ്ഥലവും നിർദ്ദേശിച്ചു. അടുത്തൊരു ദിവസം തന്നെ അവർ കണ്ടു. മുഖം മൂടി മാറ്റിയ അവളെ കണ്ട് അയാൾ ഞെട്ടിയില്ല. അയാൾ മുഖാവരണം മാറ്റി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മുഖവും വികൃതമാണ്, പക്ഷേ നമ്മുടെ പ്രണയത്തിന് അതൊന്നും തടസ്സമാവില്ല. നമ്മൾ പരസ്പരം മനസ്സിലാക്കിയാൽ ജീവിതം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കറകളഞ്ഞ സ്നേഹത്തിനു മുമ്പിൽ മുഖം മൂടി ആവശ്യമില്ല. നമ്മുടെ പ്രണയനദി ജീവിതത്തിലുടനീളം ഒഴുകട്ടെ. രണ്ടുപേരും പരസ്പരം മുഖം മൂടി ഇടുവിച്ചു. ഈ മുഖാവരണം താൽക്കാലികം മാത്രം. അവർ കൈകോർത്തു. വിജയ മുരളീധരൻ അവതരിപ്പിച്ച മുഖാവരണം എന്ന ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്.